എന്ന സ്വർഗീയ സന്തോഷത്തിനായി ഒരിക്കൽ കൂടെ അധരങ്ങൾ തുറന്ന് സർവശക്തനാകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രൊഫക്റ്റ് ചർച്ചിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ പകൽ നടന്നത്. മുൻപ് നാം ഓർപ്പിച്ചതുപോലെ ലൈഫ് ചേഞ്ചർ പ്രൊഫക്റ്റ് ചർച്ചിൻ്റെ ഏറ്റവും സജീവ അംഗമായിരിക്കുന്ന ബ്രദർ സുബിൻ്റെയും രമ്യ സിസ്റ്ററിൻ്റെയും വിവാഹം ഇന്നലെ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ക്രിസ്റ്റി ജോൺ പാസ്റ്ററുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ ഏറ്റവും അനുഗ്രഹമായി നടന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമ്മുടെ ആ സന്തോഷങ്ങൾ നിലയ്ക്കുന്നില്ല. വീണ്ടും ഒരു വിവാഹ നിശ്ചയ രേഖ കൂടെ ഈ തരുണത്തിൽ വിവാഹ നിശ്ചയ രേഖ ദൈവഹിതമായാൽ ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് സഭാംഗമായ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ നെടുങ്കുന്നം വില്ലേജിൽ ചേലക്കൊമ്പ് കരയിൽ വാഹിക്കൽ വീട്ടിൽ ഫിലിപ്പ് സാമുവേലിൻ്റെയും ലവ്ലി ഫിലിപ്പിൻ്റെയും മകൾ 24 വയസ്സുള്ള അപർണ ഫിലിപ്പും ലൈഫ് ചേഞ്ചർ പ്രൊഫക്റ്റ് ചർച്ച് സഭാംഗമായിരിക്കുന്ന കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ പാമ്പാടി കരയിൽ പുന്നമണ്ണിൽ വീട്ടിൽ PT സത്യകുമാറിൻ്റെയും ഗ്രേസി എസിൻ്റെയും മകൻ 25 വയസ്സുള്ള സാംസൺ എസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇരു കൂട്ടരുടെയും സഭയും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം 2024 ആണ്ട് ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച 4 മണിക്ക് ലൈഫ് ചേഞ്ചർ പ്രൊഫക്റ്റിക് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ സെൻറ് തോമസ് പാരിഷ് ഹാൾ 8-ാം മൈലിൽ വച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം ഈ പരസ്യം മൂലം പൊതുസഭയെ അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടോ എല്ലാവർക്കും? എന്നാൽ അതിലും സന്തോഷമുള്ള മറ്റൊരു കാര്യം പറയാം. ഈ വരൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാനൊന്ന് തൊട്ട് വന്ദനം ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ആമേൻ. യെസ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ നിന്നത് ഒരു പുതിയ വീട് ലഭിച്ചതിൻ്റെ സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കല്യാണത്തിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഒരു പുതിയ വണ്ടി എനിക്ക് കിട്ടി. അതും കൂടെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക്. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയായിരുന്നു, ഒത്തിരി നാളത്തെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ നിന്ന് എല്ലാവരും വണ്ടി എടുക്കണമെന്ന് പാസ്റ്റർ ഒത്തിരി ഞങ്ങളോട് പറയുകയും ഞങ്ങളെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാനും ബ്രദർ ബിഫിനും കൂടെ പോയി വണ്ടി വാങ്ങി. സ്തോത്രം. അങ്ങനെ ഒരു നന്മയും കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി നന്മകളുണ്ടാകുകയാണ്. അതിന് എല്ലാവരും സാക്ഷികളാകണം. ഈ വരുന്ന 12-ാം തീയതി വ്യാഴാഴ്ച 4:30 എൻ്റെ വിവാഹമാണ്. എല്ലാവരും വരണം. ഈ സഭ മുഴുവനായി ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു ഒഫീഷ്യലി. എല്ലാവർക്കും കാർഡ് തരുന്ന വിളിക്കുന്നില്ല, എല്ലാവർക്കും വാക്കിനാൽ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. 8-ാം മൈലിലുള്ള സെൻറ്റ് സൈമൺസ് എന്ന ചേർച്ചിൻ്റെ പാരിഷ് ഹാളാണ്. 8-ാം മൈൽ കഴിഞ്ഞ് RIT ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ആ വളവിങ്കി ഇരിക്കുന്ന പള്ളിയുടെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പാരിഷ് ഹാളിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. 4:30 ടൈം. 4 മണിക്ക് എല്ലാവരും വന്നു ചേരുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും വരണമേ എന്ന് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ഫാസ്റ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർത്തു ലൈഫ് ചേഞ്ചർ പ്രൊഫക്റ്റ് ചർച്ചിൽ ഓരോ ആഴ്ചയിലും ഓരോ വാഹനങ്ങൾ സമർപ്പിക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ദൈവദാസനുള്ളത്. നമ്മുടെ സാംസൺ ബ്രദർ വന്ന അന്ന് മുതൽ മേടിച്ചുകൊണ്ടിരിക്കുക. വാഹനങ്ങളായി, വീടായി, ഇപ്പോൾ ഒരു നന്മ ലഭിക്കുന്നു. എത്ര പേർക്കുണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ
ഗ്ലോറി ടു ജീസസ്. അതുപോലെ സാക്ഷ്യങ്ങളുടെ നീണ്ടൊരു നിരയുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല. സിസ്റ്റർ നീതു ഇലഞ്ചി കൂത്താട്ടുകുളം, നമ്മുടെ കൂത്താട്ടുകുളത്ത് ഒരു ഏരിയ മീറ്റിംഗ് ബഹുമാന്യ കർത്തൃദാസൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവരം അറിയിച്ചല്ലോ. ഇത് അനുഗ്രഹീതമായ നിലയിൽ നടന്നു വരുന്നു. അവിടെ സംബന്ധിക്കുന്ന ഒരു സിസ്റ്ററാണ് പ്രിയ നീതു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. തൻ്റെ മകൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ മൂലം തൻ്റെ ജീവിതം, ആ കുഞ്ഞിൻ്റെയും തൻ്റെയും ജീവിതം അസഹനീയമായി തീർന്നിരുന്നു. അത്രയധികം ആ പൈതലിനെ സൂക്ഷിക്കാൻ, കരുതാൻ, അതിനെ പോറ്റുവാൻ, പുലർത്തുവാൻ ഒന്നും കഴിയാത്ത സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നു. ഈ അടുത്ത ചില മാസങ്ങളായി അത്രയധികം പ്രതിസന്ധിയിൽ വന്നപ്പോഴാണ് ദൈവദാസൻ്റെ യൂട്യൂബിൽ കൂടിയുള്ള പ്രവചനദൂത്, ഇന്നത്തെ പ്രവചനദൂത് കേൾപ്പാനിടയായത്. ആ പ്രിയ സിസ്റ്റർ പൈതലുമായി LCPC സഭയിൽ കടന്നു വന്നു. പ്രിയ ദേവദാസൻ ഈ കോട്ടയത്ത് വന്ന അന്ന് ദൈവദാസൻ പ്രിയ സിസ്റ്റർക്ക് ആലോചനകളെ കൈമാറി, ദൈവിക ദൂതുകൾ, പ്രവചനങ്ങൾ കൈമാറി. വിശേഷാൽ ആ പ്രിയ പൈതൽ ഇവാന് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഇനി ആ സിസ്റ്ററിന്റെ വാചകം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റം കാണുവാൻ ദൈവം സഹായിച്ചു. അതിനേക്കാൾ കൂടുതൽ ആ പൈതൽ തൻ്റെ ഫാമിലിയെ സ്നേഹിപ്പാൻ തുടങ്ങിയെന്നും പ്രിയ പൈതൽ സാക്ഷ്യപ്പെടുത്തി, പ്രിയ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നൽകിയ അത്ഭുത വിടുതലിനായി ആമേൻ. ഒരിക്കൽ കൂടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറ്റൊന്ന് മോളിക്കുട്ടി സിസ്റ്ററിൻ്റെതാണ്. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഇന്ന് ഞങ്ങൾ ഓർക്കുന്ന പൈതലിൻ്റെ വേദനയെക്കുറിച്ച് പങ്കുവച്ച സാക്ഷ്യങ്ങൾ. എൻ്റെ മകൻ ജിയാൻ ജോമച്ചറിയാൻ ബ്ലഡ് ക്യാൻസറാൽ വളരെ ഭാരപ്പെട്ടു. 95% അത് സ്പ്രെഡായി തീർന്നിരുന്നു. ഡോക്ടർമാർ കൈവിട്ട ഒരു കേസായിരുന്നു. എന്നാൽ ലൈഫ് ചേഞ്ചർ പ്രൊഫറ്റിക് ചർച്ചിൽ കടന്നു വന്നു. ദൈവദാസനും സഭയും ആ പൈതലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. റിസൾട്ട് കേൾക്കുവാൻ താല്പര്യമുണ്ടോ? ഇപ്പോൾ ആ പൈതൽ ആരോഗ്യത്തോടെ ഓടിക്കളിക്കുന്നു. അദ്ദേഹത്തിന്റെ വയസ്സ് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദൈവദാസനെ. കാരണം നമ്മുടെ അപ്പുറത്ത് ആരാധന IMA ഹാളിൽ നടക്കുമ്പോഴാണ് ജിയാൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥനാ വിഷയവുമായി ജിയാൻ്റെ പപ്പയുടെ അനിയൻ നമ്മുടെ പ്രാർത്ഥനാലയത്തിലേക്ക് വരുന്നത്. അന്ന് ആ ചെറുപ്പക്കാരൻ വന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ആ കുഞ്ഞായിരുന്നത്. CMC വെല്ലൂരാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. എന്നിട്ടും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു കണ്ടീഷൻ ആയിരുന്നില്ല. 4th സ്റ്റേജ് ആയിരുന്നു. ആമേൻ. അങ്ങനെ മരണം എഴുതപ്പെട്ടിടത്താണ് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാൽ ആ പൈതൽ ആരോഗ്യത്തോടെ നടന്നു. ഒരു വലിയ സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ ജനുവരി മാസം അവൻ സ്കൂളിൽ പോവുകയാണ്. ഇത് പറയാൻ ജിയാൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കൂടെ മംഗലാപുരത്തുനിന്ന് നേരിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നു. ആ സന്തോഷമാണ് ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി ആഴ്ചയിൽ പ്രാർത്ഥിച്ച ദൈവമക്കൾ ഈ സഭയിലുണ്ട്. റൊട്ടീൻ പ്രെയർ ചെയ്തവരുണ്ട്, മാറി മാറി. ജിയാന് വേണ്ടി ഫാസ്റ്റിംഗ് ചെയ്തവരുണ്ട്. ഇതൊന്നും ആ കുടുംബത്തിന് അറിയത്തില്ല. നമ്മൾ അത്രത്തോളം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം ആ കുടുംബത്തിന് അറിയില്ല. പക്ഷേ നമ്മളത് ചെയ്തിരുന്നു. ദൈവം അതിന് പ്രതിഫലം നൽകി. ഞാൻ കർത്താവിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ ജീസസ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. ആമേൻ. നമ്മുടെ ചർച്ചിൻ്റെ പേര് തന്നെ ലൈഫ് ചേഞ്ചർ പ്രൊഫറ്റിക് ചർച്ച് എന്നാണ്. നിശ്ചയമായും ജീവിതം ദൈവം മാറ്റിയിരിക്കും.
ഇതിൻ്റെ അകത്ത് കാലുകുത്തിയാൽ സ്വർഗത്തിലെ ദൈവം അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും, അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. അത് ശത്രു എത്ര കെട്ടിയിരുന്നാലും സ്വർഗത്തിലെ ദൈവം ദൈവജനത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാൽ അതിനെ അഴിച്ച് മാറ്റിയിരിക്കും. പ്രവീണ സിസ്റ്റർ, ലൊക്കേഷൻ ഞാൻ വായിക്കുന്നില്ല, വർഷങ്ങളായി അനുഭവിക്കുന്ന താൻ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയ രോഗമായിരുന്നു. വർഷങ്ങളായി നിലയ്ക്കാത്ത രക്തസ്രാവത്താൽ താൻ വളരെ മാനസികമായും ശാരീരികമായും തളർന്ന ഒരു സാഹചര്യത്തിൽ, തകർന്ന ഒരു സാഹചര്യത്തിലാണ് 2024 നവംബർ മാസം 24-ാം തീയതി ഈ സഭയിൽ ഒരു വിശുദ്ധ സഭായോഗത്തിന് ഞായറാഴ്ച കടന്നു വരുന്നത്. അന്ന് ദൈവദാസൻ ആ പ്രിയ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന കൈമാറുവാനിടയായി. ദൈവം നൽകുന്ന സൗഖ്യത്തെ അന്ന് ദൈവദാസൻ ആ പ്രിയ സിസ്റ്ററിന് പ്രോമിസ് നൽകി. തന്റെ സാക്ഷി ഞാൻ വായിക്കുന്നു. അതേ മാസം തന്നെ, നവംബർ മാസം, പൂർണ്ണമായും ആ രോഗം തന്നെ വിട്ട് മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. പോരാ ദൈവമക്കളെ, ഹോസ്പിറ്റലുകൾ കൈവിടുന്ന കേസുകൾ സ്വർഗത്തിലെ ദൈവം തുടച്ചു മാറ്റുമ്പോൾ ആദരങ്ങൾ തുറന്ന ദൈവത്തെ സ്തുതിക്കണം. തന്റെ അടുത്ത അനുഭവം കൂടെ എഴുതിയിട്ടുണ്ട്. 8 വർഷമായി ഉറക്കമില്ലാതെ, സ്വസ്ഥമായി ഒരു രാത്രി പോലും സ്വസ്ഥമായി പൂർണ്ണമായി ഉറങ്ങാൻ കഴിയാത്ത രോഗത്താൽ താൻ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ 2 മാസമായി താൻ ഈ ചർച്ചിൽ വരികയും ദൈവദാസനും സഭയും ആ പ്രിയ സഹോദരിക്ക് വേണ്ടി, പ്രവീണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി രാത്രി താൻ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. താൻ വിശ്വസിക്കുന്ന കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. 100 സാക്ഷ്യങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയെ, ഈ അനുഭവം എന്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ആ കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ സൗഖ്യം ഏറ്റെടുത്താട്ടെ, വിടുതൽ ഏറ്റെടുക്കട്ടെ. സ്വർഗം തുറന്നു നിൽക്കുന്ന ഒരു സമയമാണ്, വിടുതൽ വ്യാപരിക്കുന്ന ഒരു സമയമാണ്.